ഹായ് ഓൾ, നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിക്കാനായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ അതിൻ്റെ കുറേ മാർക്കറ്റിംഗ് വീഡിയോസ് കാണുന്നുണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നുണ്ടാവും, സ്ഥിരം ഇറങ്ങുന്ന വണ്ടികളുടെ അതിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും അഡാസ് എന്നുള്ളത്. ഇതൊരു അഡാസ് എനേബിൾഡ് വണ്ടിയാണ്, ഇതിനകത്ത് കുറേ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് എന്താണ് ഈ അഡാസ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഈ ഫീച്ചർ എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. സോ ആ പേര് പറയുന്ന പോലെ തന്നെ ഡ്രൈവറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അഡാസ് എന്നുള്ളത്. ഇനി എന്താണ് ആ ടെക്നോളജി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ബേസിക്കലി ഇത് ഡ്രൈവറിനെ അസിസ്റ്റ് ചെയ്യാണ്. എങ്ങനെ അസിസ്റ്റ് ചെയ്യുന്നു? അത് അതിൻ്റെ ബ്രേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡ്രൈവറിന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ പല സെൻസറുകൾ ഉപയോഗിച്ച് ഈ വണ്ടിയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സെൻസ് ചെയ്ത് ഡ്രൈവറിന് അതിൻ്റെ ഒരു അലേർട്ടോ അല്ലെങ്കിൽ വണ്ടി സ്വയമായിട്ട് ഡിസിഷൻ എടുക്കുന്ന രീതിയിലോ അതിനെ പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ട് വരുന്ന അഡാസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ക്രൂയിസ് കൺട്രോൾ. എങ്ങനെയാണ് വണ്ടി ക്രൂയിസ് കൺട്രോൾ സാധ്യമാക്കുന്നത്? ബേസിക്കലി ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് വണ്ടിക്ക് നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ആ സ്പീഡിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഡ്രൈവർ അതിനകത്ത് വേറെ അഡീഷണൽ ആക്സിലറേറ്റർ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്യുന്നു, ഇപ്പോൾ 80 km/h എന്ന് പറയുന്ന ഒരു സ്പീഡ് സെറ്റ് ചെയ്യുന്നു, വണ്ടി അതിനകത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് 80 km/h ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് പിടിച്ചിട്ട് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി സഡൻലി ആ സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വന്നു, ഒരു ഒബ്ജക്റ്റ് വന്നു, ഒരാൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു. സോ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയില്ല, പക്ഷേ വണ്ടിക്ക് സ്വയമായിട്ട് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് സ്ലോ ഡൗൺ ചെയ്യണം, ഈ ഡിസ്റ്റൻസ് കറക്റ്റ് അല്ല, അതായത് മുമ്പിലുള്ള വണ്ടിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്, സോ ഇത് സ്ലോ ഡൗൺ ചെയ്യണം. ഡ്രൈവർ പറഞ്ഞ 80 km/h പോയി കഴിഞ്ഞാൽ ആക്സിഡൻസ് ഉണ്ടാവാം എന്നുള്ളത് വണ്ടി സ്വയമേ മനസ്സിലാക്കാൻ പ്രാപ്തനാവുന്നു. സോ ഇതെങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബേസിക്കലി ഇത് കുറേ സെൻസറുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഈ അഡാസ് ഫീച്ചറുകൾ വണ്ടിയിൽ സാധ്യമാകുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കുന്ന സെൻസറുകൾ ഒന്ന് ക്യാമറ, നമുക്കെല്ലാവർക്കും അറിയാം. ചുറ്റും ബേസിക്കലി ഇതിനകത്ത് വേണ്ടത് എന്താ? വണ്ടിയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കണം. വണ്ടിയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു സെൻസറാണ് ക്യാമറ. സോ ദാറ്റ് നമ്മുടെ ഒരു കണ്ണു പോലെ തന്നെയാണ്, ചുറ്റും എന്തൊക്കെ ഉണ്ട്, എന്താണ് അതിന് ചുറ്റും നടക്കുന്നത് എന്നുള്ളത് ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് പുറമെ വേറെ അഡീഷണൽ കുറച്ച് സെൻസറുകൾ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലിഡാർ എന്ന് പറയുന്ന ഒരു സെൻസർ ഉണ്ട്, റഡാർ എന്ന് പറയുന്ന ഒരു സെൻസർ ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ റഡാർ എന്ന് പറയുന്ന സെൻസർ ഉപയോഗിക്കുന്നത് മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഡാറ്റ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ലിഡാർ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളുടെ ഒരു 3D മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ലിഡാർ ഉപയോഗിക്കുന്നത്. സോ ഈ സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകളുടെ സഹായം വഴിയാണ് നമ്മുടെ നമ്മുടെ വെഹിക്കിൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട അഡാസ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ ഒരു നല്ലൊരു ഫീച്ചറാണ്. അതാണ് ഏറ്റവും ആദ്യം ഈ അഡാസ് ഫീച്ചറായിട്ട് വണ്ടികളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സാധനം. പിന്നെ അതിനുശേഷം വന്ന ഒരു സാധനമാണ് അഡ്വാൻസ് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു ഫീച്ചർ വന്നു. അതായത് ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും ഫ്രണ്ടിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നു, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു, ഒരാൾ വന്നു, വണ്ടിക്ക് സ്വയമേ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ പണ്ട് ഇതിൻ്റെ മികച്ച അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഡെമോ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വോൾവോ ട്രക്കിലൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലും ഇതിനകത്തൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ വണ്ടിക്ക് സ്വയമേ ഡിസിഷൻ എടുത്ത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഈ അഡാസ് ഫീച്ചർ വഴി ലഭിക്കുന്നു. അതേപോലെ ഉള്ളതാണ് ലെയിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ മഹീന്ദ്രയുടെ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ യൂഷ്വലി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുന്നൊരു വീഡിയോ ഉണ്ട്, അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ മഹീന്ദ്രയുടെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടികളിലൊക്കെ അതുണ്ട്, നമ്മുടെ പുതിയ ജർമ്മൻ കാർസിലുണ്ട്. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു അഡ്വാൻസ്ഡ് വണ്ടികളിലെല്ലാം ഈ ഒരു ലെയിൻ കീപ്പിംഗ് സിസ്റ്റം ആക്ച്വലി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കലി എന്താ ചെയ്യുന്നത്? അത് സ്വയമേ വണ്ടി ഡിസൈഡ് ചെയ്യണം ഏത് ആ ഒരു ലൈൻ കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ അതിനകത്ത് ചെറിയ കർവൊക്കെ ഉണ്ടാവും, ആ റൂട്ടിനകത്ത് ചെറിയ കർവ് ഉണ്ടാവും, പക്ഷേ വണ്ടി എന്ത് ചെയ്യും? സ്വയമേ ഡിസിഷൻ എടുത്തിട്ട് അതിൻ്റെ സ്റ്റിയറിംഗ് അത് തന്നെ തിരിയും, അതെന്ത് ചെയ്യും? ആ ലൈൻ കീപ്പ് ചെയ്തിട്ട് അതിന് പോകാനായിട്ട് പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചില സമയത്ത് ഈ കൺജസ്റ്റഡ് ട്രാഫിക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില കാറിൻ്റെ സൈഡിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ മിററിൽ ഒരു ചെറിയ ലൈറ്റ് കത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എല്ലാ വണ്ടികളിലും ഇല്ല, പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന അത്യാവശ്യം വിലയുള്ള വണ്ടികളിലൊക്കെ ആ ഒരു ഫീച്ചർ ഉണ്ട്. അത് ബേസിക്കലി ഈ ഡ്രൈവറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ വരുന്ന വണ്ടികൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ടി വരുമ്പോൾ, ഒരാൾ വരുന്ന സമയത്ത് ഈ വണ്ടി ആക്ച്വലി ഡ്രൈവറിന് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇത് ലെഫ്റ്റ് സൈഡ് മിററിൽ സൈഡിലായിട്ട് ചെറിയൊരു ലൈറ്റ്, ഒരു വാർണിംഗ് ലൈറ്റ് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ അത് തെളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം.
റൈറ്റ് സൈഡിലൂടെ പോകുമ്പോൾ റൈറ്റ് സൈഡിലെ മിററിൽ അത് തെളിഞ്ഞ് നടക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെ ബേസിക്കലി ഈ സെൻസറിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നതാണ്. സോ അത് ഡ്രൈവറിന് മനസ്സിലാവും അവിടെ എന്തോ ഒരു ഇത് വരുന്നുണ്ട്, എന്തോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം വന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എപ്പോഴും മിററിൽ നോക്കുന്നുണ്ടാവില്ല, പക്ഷേ ഇവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞ് കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മിററിലോട്ട് നോക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വണ്ടിയുടെ ഒരു ഇമേജ് അതിനകത്ത് കാണാനായിട്ട് പറ്റും. സോ അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചറുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇപ്പോൾ പല വണ്ടികളിലും ഉള്ളൊരു ഫീച്ചറാണ്, അതിന് ഓട്ടോമാറ്റിക്കലി പോയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ വണ്ടിയിലിരുന്ന് കഷ്ടപ്പെട്ട് എന്താ പറയുക പാരലൽ പാർക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി തന്നെ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് നിന്ന് ഡ്രൈവർ ഇല്ലെങ്കിൽ പോലും വണ്ടി പോയിട്ട് തനിയെ ഓട്ടോമാറ്റിക്കലി പോയിട്ട് പാർക്ക് ചെയ്യും. സോ അതെങ്ങനെ സാധ്യമാകുന്നു? അത് ഓട്ടോമാറ്റിക്കലി ഇത് സെൻസ് ചെയ്യും, ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യും, ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളത് സെൻസ് ചെയ്യും, വേറെ ഏതെങ്കിലും വണ്ടികൾ ഉണ്ടോ എന്നുള്ളത് സെൻസ് ചെയ്യും. ആൻഡ് ഇത് തന്നെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി അവിടെ ഒരു ഈ വണ്ടിക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളൊരു മാപ്പ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്പേസിലോട്ട് ഈ വണ്ടി മൂവ് ചെയ്ത് നിൽക്കുന്നത്. ഇതും ഈ സെൻസറുകളുടെ സഹായത്തോട് കൂടിയിട്ട് തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ്. ഇനി നമ്മുടെ ഓട്ടോണമസ് വെഹിക്കിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാറാണ് ടെസ്ല. അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ സെൻസറുകളൊക്കെ തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ ക്യാമറാസും ലിഡാറും റഡാറും അതേപോലുള്ള സെൻസറുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ സറൗണ്ടിങ്സ് സെൻസ് ചെയ്യുന്നതും ഈ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും തന്നെ അതിലൂടെ പോകുന്നതും. സോ ഇതാണ് ഒരു അഡാസ് ഫീച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക്കലി അഡാസ് ഫീച്ചറായിട്ട് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊരു വണ്ടി കാണുന്ന സമയത്ത് ഒരു അഡാസ് എനേബിൾഡ് വണ്ടിയാണെന്ന് നിങ്ങളൊരു മാർക്കറ്റിംഗ് വീഡിയോയിലോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലോ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളാം ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ഇന്ന ഫീച്ചേഴ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത്. സോ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.